ട്രംപ് വീണ്ടും തീരുവ യുദ്ധത്തിന്. ഇന്ത്യക്ക് ഡബിൾ ഷോക്ക്. സ്വർണവും എണ്ണയും കുതിക്കുന്നു. വരാൻ പോകുന്നത് മറ്റൊരു സാമ്പത്തിക യുദ്ധം. ലോകം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധഭീഷണിയിലേക്ക് ഉറ്റുനോക്കുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റൊരു സാമ്പത്തിക യുദ്ധത്തിനും തിരികൊളുത്തുകയാണ്. സൈനിക പോരാട്ടത്തിനൊപ്പം ഇത്തവണ ട്രംപിന്റെ ലക്ഷ്യം ആഗോള വ്യാപാരമാണ്. ഇന്ത്യയുൾപ്പെടെ ഏകദേശം 60 രാജ്യങ്ങൾക്ക് 10 മുതൽ 12.5% വരെ അധിക ഇറക്കുമതി തീരുവ ചുമത്താൻ അമേരിക്ക ഒരുങ്ങുന്നതായാണ് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീർ വ്യക്തമാക്കിയത്. നിലവിലുള്ള 10% അടിസ്ഥാന തീരുവയുടെ കാലാവധി ജൂലൈ 24-ന് അവസാനിക്കാനിരിക്കെ അതിനു പിന്നാലെ പുതിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. ഇന്ത്യ, ചൈന, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, വിയറ്റ്നാം, ബംഗ്ലാദേശ്, മെക്സിക്കോ തുടങ്ങി നിരവധി രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക വിവിധ വ്യാപാര അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അമേരിക്കൻ കമ്പനികൾക്കെതിരെ വിവേചനവും അന്യായ വ്യാപാര രീതികളും കണ്ടെത്തിയെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയ തീരുവ. ബ്രസീലിന് 25% അധിക തീരുവ പ്രഖ്യാപിച്ച ട്രംപ് കാനഡയ്ക്കും 50% അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇതോടെ ആഗോള വ്യാപാര രംഗത്ത് വീണ്ടും വലിയ അനിശ്ചിതത്വം രൂപപ്പെടുകയാണ്. ഇതിനിടെ ഇന്ത്യക്കും മറ്റൊരു മുന്നറിയിപ്പുമായി രാജ്യാന്തര നാണയനിധിയായ IMF രംഗത്തെത്തി. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതും കാലാവസ്ഥാ വ്യതിയാനവും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. നേരത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ പ്രവചനം 6.5%-ൽ നിന്ന് 6.4%-മായി IMF കുറച്ചിരുന്നു. എൽനിനോ പ്രതിഭാസവും കാർഷിക മേഖലയെയും സമ്പദ് വ്യവസ്ഥയെയും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം സാങ്കേതിക രംഗത്തും അമേരിക്ക ചൈന മത്സരം കടുക്കുകയാണ്. ചൈനയുടെ പുതിയ AI മോഡൽ കിമി K3 വൻ ശ്രദ്ധ നേടുന്നതിനിടെ അമേരിക്കൻ സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്താണ് ചൈന മുന്നേറുന്നതെന്ന ആരോപണവുമായി US രംഗത്തെത്തി. ചൈനീസ് AI കമ്പനികൾക്കെതിരെ പുതിയ ഉപരോധങ്ങൾ വരാനിടയുണ്ടെന്ന സൂചനയും അമേരിക്ക ട്രഷറി സെക്രട്ടറി നൽകി. ഇതിനിടെ ഇറാനെതിരായ സൈനിക നടപടികൾ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിക്കുമെന്ന പ്രതീക്ഷകൾ വീണ്ടും മങ്ങി. സംഘർഷത്തിന്റെ ആഘാതം എണ്ണ വിപണിയിലും വ്യക്തമാണ്. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $92 കടന്നപ്പോൾ അമേരിക്കൻ ക്രൂഡും കുത്തനെ ഉയർന്നു. ഹോർമൂസ് കടലിടുക്കിന് പിന്നാലെ ചെങ്കടലിലും ഹൂതി ആക്രമണ ഭീഷണി ശക്തമായതോടെ കപ്പൽ ഗതാഗതം ആശങ്കയിലായി. സൗദിയിൽ നിന്ന് ചൈനയിലേക്കും ഇന്ത്യയിലേക്കും പുറപ്പെട്ട 2 വലിയ എണ്ണ ടാങ്കറുകൾ ആക്രമണ ഭീഷണി കണക്കിലെടുത്ത യാത്ര മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് ആഗോള എണ്ണ വിതരണത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന ആശങ്കയും ഉയരുന്നു. ഇതിനിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും MRPLലും ഇറാഖിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ താൽക്കാലികമായി നിർത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അതേസമയം ചൈന ഇറാനിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവും ഗണ്യമായി കുറച്ചതായി അമേരിക്ക അവകാശപ്പെടുന്നു. യുദ്ധഭീഷണിയും എണ്ണവില വർധനവും നിക്ഷേപകരെ വീണ്ടും സ്വർണത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. രാജ്യാന്തര വിപണിയിൽ സ്വർണവില ഒരു ഘട്ടത്തിൽ $4123 വരെ ഉയർന്നു. ഇപ്പോൾ $4118 വ്യാപാരം നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ന് പവന് 1000 രൂപയോളം വർധനവുണ്ടാകുമെന്നാണ് വിപണി വിലയിരുത്തൽ. എന്നാൽ യുദ്ധ സാഹചര്യത്തിൽ മാറ്റമുണ്ടായാൽ സ്വർണവിലയിൽ വലിയ ചാഞ്ചാട്ടത്തിനും സാധ്യതയുണ്ട്. ഇതിനിടെ പാകിസ്ഥാൻ വീണ്ടും മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്തെത്തിയതായും അമേരിക്ക ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ എണ്ണവിലയും ഡോളറും താഴുകയും സ്വർണവിലയിലും മാറ്റമുണ്ടാകുകയും ചെയ്യുമെന്നാണ് വിപണി പ്രതീക്ഷ. എന്നാൽ ട്രംപിന്റെ അടുത്ത നീക്കം ഇന്ത്യയെ കൂടുതൽ ആശങ്കയിലാക്കുന്നുണ്ട്. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ജനറിക് മരുന്നുകൾക്ക് അടുത്ത 2 വർഷം തീരുവ ഈടാക്കിയില്ലെങ്കിലും അതിനുശേഷം തീരുവ 100%-മായും 3-ാം വർഷം മുതൽ 200%-മായും ഉയർത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ വിൽക്കുന്ന ജനറിക് മരുന്നുകളിൽ ഏകദേശം പകുതിയും ഇന്ത്യൻ കമ്പനികളുടേതാണ്. അതിനാൽ പകരം തീരുവയ്ക്കൊപ്പം മരുന്നുകൾക്കും അധിക തീരുവ വന്നാൽ ഇന്ത്യയുടെ ഫാർമ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും. സൈനിക യുദ്ധവും സാമ്പത്തിക യുദ്ധവും ഒരേ സമയം ലോക സമ്പദ് വ്യവസ്ഥയെ പരീക്ഷിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. എണ്ണ, സ്വർണം, ഓഹരി വിപണി, കയറ്റുമതി, മരുന്ന്, വ്യവസായം എല്ലാ മേഖലകളിലും ഇതിന്റെ പ്രത്യാഘാതം വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായേക്കും.